പക്ഷേ രാഷ്ട്രീയ പോരാട്ടം അവസാനിപ്പിച്ച് മതപരമായ പോരാട്ടമാക്കി ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനെ മാറ്റാനാണ്. നിലമ്പൂരിൻ്റെ വികസനത്തെക്കുറിച്ച് ആരോഗ്യകരമായ ഏതെങ്കിലും ഒരു ചർച്ച ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്താൻ LDF UDF തയ്യാറാകുന്നില്ലല്ലോ. ഗോവിന്ദ മാഷ്ക്ക് പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്, പക്ഷെ PDPക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇനി PDPക്ക് മാറ്റം വന്നു എന്ന് ഗോവിന്ദ മാഷ്ക്ക് വല്ല ബോധ്യമുണ്ടെങ്കിൽ ആ മാറ്റം എന്താണ് എന്ന് ജനങ്ങളോട് പറയാനുള്ള ബാധ്യത CPM നേതൃത്വത്തിനില്ലേ, ഗോവിന്ദ മാഷ്ക്കില്ലേ? PDP ആരംഭിച്ചത് മുതൽ അവർ സ്വീകരിച്ച ഏതെങ്കിലും ഒരു നിലപാട് അവർ മാറ്റിയിട്ടുണ്ടോ? കോയമ്പത്തൂർ ബോംബ് സ്ഫോടനത്തെ PDP തള്ളിപ്പറഞ്ഞിട്ടുണ്ടോ? കളമശ്ശേരി ബസ് കത്തിച്ച വിഷയത്തിൽ PDP തള്ളിപ്പറഞ്ഞിട്ടുണ്ടോ? തടിയണ്ണൂർ നസീർ എന്ന് പറയുന്ന തീവ്രവാദിയെ PDP തള്ളിപ്പറഞ്ഞിട്ടുണ്ടോ? ഏത് കാര്യമാണ് PDP തള്ളിപ്പറഞ്ഞിട്ടുള്ളത്? അബ്ദുൽ നാസർ മദനിക്കെതിരായി കർണാടകയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകൾ, ആ കേസുകളെല്ലാം ഇപ്പോഴും നിലനിൽക്കുകയാണല്ലോ. കോൺഗ്രസ് ആണല്ലോ കർണാടക ഭരിക്കുന്നത്. ഇതിലൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് PDP മാറിയെന്ന് CPM പറയുക?